ഇന്ന് ധന്യമേ ജീവിതത്തിൽ കുറച്ച് കടുകട്ടിയായുള്ളൊരു വേദാന്ത തത്വമാണ് പറയുന്നത്. പക്ഷെ എപ്പോൾ സംസാരിക്കുമ്പോഴും വളരെ ലളിതമായിട്ട് ഒന്നുമല്ലാത്തൊരു കാര്യമാതിരിയാണ് പറയാറ് എഴുതുന്നത് കൊണ്ട് പതിവായിട്ട് കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർ അത് ആസ്വദിക്കാറുണ്ട്. ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥതലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ധ്യാനം, മെഡിറ്റേഷൻ, അതിൻ്റെ വലിയ അർത്ഥതലം എന്ന് പറയുമ്പോൾ തന്നെ മാറില്ല. തലം എന്ന് പറയുമ്പോൾ തന്നെ ഇതൊന്നും അല്ലാത്തൊരു മീനിങ് അതിനുണ്ട്. മിക്കവാറും ഓരോന്നിൻ്റെ പിന്നിലും ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അത് മുമ്പേ വായിച്ച് ആസ്വദിച്ച് പഠിച്ചൊരു ഗുരുനാഥനില്ലാതെ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ മനസ്സിലാവില്ല, പറയണത് തെറ്റാവും ചെയ്യും, ആ തെറ്റ് പറയും, അപ്പോൾ വേറെ ചിലർ എതിർക്കും. ആ ലെവലിൽ ഇങ്ങനെ ഡിസ്കഷൻ സംവാദം നടക്കുന്നല്ലാതെ യഥാർത്ഥം നമുക്ക് അറിയില്ല. പറയണത് നമ്മുടെ അധികമുള്ളത് എടുത്തു വെച്ചിട്ട് എന്താ കാര്യം? ആവശ്യക്കാരന് കൊടുത്താൽ എന്ത് ഗുണമുണ്ട്? എല്ലാവരും ആലോചിക്കണ്ട. അധികമുണ്ടായി ആഹാരം ഉണ്ടാക്കുമ്പോൾ കൃത്യം ഉണ്ടാക്കാൻ പറ്റുമോ? ചിലപ്പോൾ കൂടുതലായി. അത് ആവശ്യക്കാരനാണ് കൊടുക്കണമെങ്കിലോ ഗുണപ്പെട്ടു. അധികമുള്ളതെന്തും ആവശ്യക്കാരന് കൊടുക്കുക. എൻ്റെ പതികളുള്ള എന്താ? അടുക്കളയിലത്തെ ആഹാരവും സമ്പത്തും ഒക്കെ സാധാരണ വശം. എൻ്റെ ക്യാരക്ടറിൽ ഇപ്പം അധികമുള്ളത് എന്താ? എത്ര നന്നായി പെരുമാറിയാലും ഒരാൾക്കൊരു അഹങ്കാരമുണ്ട്. വെറുതെ പറയും. പബ്ലിക്കായിട്ട് ഒരിടത്ത് പോയിട്ടൊരു കാര്യത്തിൽ ബാക്കി എല്ലാവരും കാണിക്കണം, വിനയം കാണിച്ചാൽ പോരാ. നിങ്ങളാ വലിയ വലിയ വർത്താനൊക്കെ പറഞ്ഞ് തല്ലിയാലും കൊണ്ടുപോരാനേ ഓർത്തുള്ളൂ. ഒരാൾ തല്ലി റിയാക്ട് ചെയ്യരുത്. നിങ്ങളല്ലേ പറഞ്ഞു ക്ഷോഭിക്കരുതെന്ന്. എല്ലാവർക്കും കൂടുതലുള്ളത് അഹങ്കാരമാണ്. ഞാനൊരു പ്രമാണിയാണ് എന്നുള്ള ഭാവം. അഹത്തിന് ആകാരമുണ്ടാകുന്നതാണ് അഹങ്കാരം. നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഞാനൊരു പ്രമാണി തന്നെയാണെന്നാണ് വിചാരം. ഒടുവിലെന്തായി? ഈ പ്രമാണിത്വം കൂടിയിട്ട് ദുഃഖം കൂടി. ഞാൻ പ്രമാണിയാണ്, ഇന്നത് ചെയ്തു, എൻ്റെ മുമ്പിൽ വെച്ച് വേണ്ട, ഞാനത് സമ്മതിക്കില്ല. മക്കൾ പലരടങ്ങി. അച്ഛന് കുറച്ചൊരു ഉള്ളു ശുദ്ധ. അച്ഛൻ്റെ ഒന്ന് പൊക്കി വെച്ച് കൊടുത്താൽ മതി. അച്ഛൻ പിന്നെ അവരുടെ ഭാഗത്ത. ഈ അച്ഛനെ പൊക്കി വെച്ച് നടത്താൻ പറ്റുമോ? എന്നെ പൊക്കി വെക്കാൻ ആരാ അവിടെ ഉള്ളത് നോക്കി കിടക്കുക. രാവിലെ എണീറ്റിട്ട് ഞാൻ എത്ര പ്രമാണി, ഇന്നെ ആരാ പൊക്കി വെക്കുക എന്ന് പറയുമ്പോൾ വേറൊരുത്തനെ ഞാൻ പൊക്കി വെക്കുക, അവനെ കുറച്ചും കൂടി താഴ്ത്തുകയല്ലാതെ. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രമാണിത്വം. എത്ര പറ പാട്ടം കിട്ടിയിരുന്ന ജമ്മിയുടെ മകനാ ഞാൻ എന്നറിയോ? പട്ടാളത്തിൽ എൻ്റെ സ്ഥാനം നിങ്ങൾക്കറിയുമോ? അന്നത്തെ കാലത്ത് കാലങ്ങട് നീട്ടിയാൽ ഷൂ വെക്കാൻ ഒരാൾ, പോളിഷ് ചെയ്യാൻ വേറൊരു സ്റ്റാഫ്. ആണോ? അങ്ങനെ ഗമണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ഈ വീഴ്ചയുടെ മുഴുവൻ കാരണം നിങ്ങളുടെ ഈ ഗമയും പ്രതാപിത്വമാണ്. അതെ, അതുകൊണ്ടാണ് എനിക്ക് ഈ വീഴ്ചയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അധികമുള്ളത് ആവശ്യക്കാരന് കൊടുക്കൂ. അല്ല, ഈ ഗമയും ഇതൊക്കെ ആവശ്യക്കാരൻ
നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന രാമനാർക്ക് കൊടുത്താൽ ശരിയാവും, അയാൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എൻ്റെ ഗമയും ധാരാളിത്വവും പ്രമാണിത്വവും അപ്പുറത്തുള്ള ഒരാൾക്ക് കൊടുത്താൽ അയാൾക്കും ബുദ്ധിമുട്ടാവില്ലേ? അയാളുടെ പുതപ്പില്ല, എൻ്റെ കയ്യിൽ പുതപ്പുണ്ട്, അപ്പോൾ ഒരു പുതപ്പ് കൊടുക്കാം. ഇതതുപോലെ പുതപ്പോ ആഹാരം മാതിരിയോ സാധനമല്ലല്ലോ. ഇതൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ എത്ര കിട്ടിയാലും പോരാന്ന് പറയുന്ന ആ സംവിധാനത്തിനെ ധ്യാനിക്കൂ. ഈ പ്രമാണിത്വം എത്ര കിട്ടിയാലും മതിയാവാത്താണ്. സിംഹത്തെ ധ്യാനിക്കൂ. സിംഹം പറയാ കുറച്ചുകൂടി ഉണ്ടെങ്കിൽ തന്നോ. ഇത് സിംഹത്തിന് കൊടുത്തു. ദേവിയുടെ വാഹനം സിംഹമാണ്. ആ ദേവിയുടെ വാഹനം സിംഹമായതിനാൽ ഒരു കാര്യം, ദേവിയുടെ ഫോട്ടോൻ്റെ താഴെ സിംഹത്തെ കാണുമ്പോൾ ഈ വാഹനം എന്ന വാക്ക് നമുക്ക് പലപ്പോഴും അബദ്ധം ഉണ്ടാക്കും. അതിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ പോവുകയാണ്. പൂത്ത കാശുണ്ട് അയാളുടെ കയ്യിൽ, അയാൾ അതിലത്തെ മുകളിൽ അടയിരിക്കുക എന്ന് പറയുന്നത് അർത്ഥം. കോഴിമുട്ടയുടെ മുകളിൽ അടയിരിക്കുന്ന കോഴിയല്ലേ, ഇയാൾ അടയിരിക്കുക. അതൊരു പ്രയോഗമാണ്. ആ അടയിരിക്കുകയാണ് എങ്കിൽ പോലും അതാണ് പ്രയോഗം. ഈ സിംഹത്തിനെ ധ്യാനിക്കുമ്പോൾ രണ്ട് ഗുണം. അത് സിംഹത്തിന് കൊടുത്തു ആ ഭാവത്തെ. അഹങ്കാരം നമ്മളിൽ കുന്നുകൂടും. സിംഹത്തിന് അഹങ്കാരമല്ല കേട്ടോ, അഹംഭാവമാണ്, ഞാനെന്ന ഭാവം. അതിൻ്റെ അതൊരു ഗുണമാണ്. മാത്രമല്ല 10 അടി നടന്നു കഴിഞ്ഞാൽ സിംഹം തിരിഞ്ഞു നോക്കും, അതുവരെ എന്തൊക്കെ ഉണ്ടായെന്ന്. ഇതിൻ്റെ പേരാണ് സിംഹാവലോകനം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കണം, ഇതുവരെ എന്ത് സംഭവിച്ചു. സിംഹത്തിനെ സിംഹാവലോകനം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ അവലോകനം ഇല്ലാത്തതിനാൽ നമ്മളിതിൽ കട്ടിപിടിച്ച് നിൽക്കും. ആ ഭാവം സിംഹത്തിനോട് കൊടുത്തു. എന്താ പ്രമാണിത്വം മുഴുവൻ. ഇതാണ് സിംഹ ധ്യാനം. രണ്ടാമത്തെ ഒരു കുറേ ധ്യാനങ്ങളുണ്ട്. ഇന്നിപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിർത്തേണ്ടി വരും. സിംഹധ്യാനം മാത്രമല്ല, ഏത് സമയത്തും പറയലാണല്ലോ. അത് ചെയ്താൽ ശരിയാവോ, ഇത് ചെയ്യാൻ ശരിയാവോ, മൈക്കിൻ്റെ മുമ്പിൽ വരുമ്പോൾ പറയല്, ദേഷ്യം വന്നാൽ പറയല്, സങ്കടം വന്നാൽ പറയല്, ഇപ്പം ഉണ്ടാക്കി വെച്ച മുതൽ മതിയാകുമോ എന്നുള്ള പറയല്, എല്ലാവരും പറിച്ചുകൊണ്ടിരിക്കുക. പറയാറില്ലേ, എത്ര എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾക്ക് ഉറക്കമില്ല. പറയലാണ്. പറയലൊരു സൂക്കടുണ്ട്. ആ സൂക്കടിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ആ സൂക്കടിലുള്ളൊരിത് കേട്ടാൽ എന്നെ ശപിക്കേണ്ട വെച്ചിട്ട് അതൊന്നും പറയണില്ല. ലക്ഷ്യം എന്താ? നമ്മൾ വിറച്ചുകൊണ്ടിരിക്കുക. ഈ വിറയൽ എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു വസ്തുണ്ട്, അതിനോട് കൊടുത്താലോ. ആലില. കൃഷ്ണൻ ആലിലയിൽ കിടന്നു എന്ന് പറയാൻ കാരണം ആലിലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകത നിങ്ങൾ പറയുന്നതാണ് എന്നൊന്നും വ്യാഖ്യാനിക്കണ്ട, കവിഭാവന എന്ന് വിചാരിച്ചാൽ മതി. കാറ്റ് ഒട്ടുമില്ലെങ്കിലും ആലിൻ്റെ അല്ല തന്നെ ഇളകും എന്നാണ് പറയുക. അതാണ് ആലിലയുടെ പ്രത്യേകത. ശാസ്ത്രജ്ഞന്മാർ വന്നിട്ട് അങ്ങനെയില്ല, അപ്പം കാറ്റിൻ്റെ ചെറിയ ഒരു അംശമുണ്ട്, ഇന്ന സ്കോപ്പ് വെച്ച് അതൊന്നും ഇവിടെ വായിക്കണ്ട, കവിഭാവനയാണ്. അതൊക്കെ കാറ്റില്ലെങ്കിൽ ആലില കിടക്കും. അതുകൊണ്ട് ആദ്യത്തെ ജീവൻ്റെ തുടുപ്പുണ്ടാകുന്നത് തന്നെ ഉണ്ടായതാണെന്ന് പറയാൻ വേണ്ടിയാണ് കൃഷ്ണൻ ആലിലേ കിടന്നത്.
ആലിലധ്യാനം. ഈ വിറയൽ എത്ര കിട്ടിയാലും പോരാ, അങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും. അല്ല, ഒന്ന് കൊടുക്കും. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴും ആലിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ എൻ്റെ വിറയലേ, ഈ വിറയൽ കൂടിയിട്ടാണല്ലോ പ്രഷറിൻ്റെ ഗുളിക കഴിക്കണത്. എൻ്റെ വിറയലുള്ള ഏറ്റെടുക്കണേ, ആ ആലിലേക്ക് നിങ്ങളുടെ വിറയൽ കൊടുക്കൂ. എത്ര വലിയ തത്വമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് ആലോചിക്കണം. ഇത് മെഡിറ്റേഷൻ്റെ പല ടെക്നിക്കുകളുണ്ട്, ആയിരക്കണക്കിന് ടെക്നിക്കുകളുണ്ട്. ഇത് മുഴുവൻ ജീവിതത്തെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. ആല് കാണുമ്പോൾ, അതിൻ്റെ ഇല ഇളകുന്നത് കാണുമ്പോൾ വിറയലൊന്നായിട്ട് കൊടുത്തു വെക്കും. കയ്യിൻ്റെ വിറയലും കാലിൻ്റെ വിറയലും. ആ മെഡിറ്റേഷൻ ഗുണമുണ്ട്. അതും ചികിത്സയുടെ ഒരു ഭാഗമാണ്. ചില രോഗങ്ങൾ വരുമ്പോൾ ഹിമാലയത്തിലെ സന്യാസിമാർ നിങ്ങളുടെ ഈ വിറയൽ നിൽക്കാൻ ആലിലയെ ധ്യാനിച്ചു കൊണ്ടേയിരിക്കൂ എന്ന് പറയാറുണ്ട്. മുഴുവൻ പറഞ്ഞില്ല, വേറെയും ധ്യാനങ്ങളുണ്ട്, വേറെ സമയത്ത് പറഞ്ഞോളാം. പതിവായി കേൾക്കുന്നവരോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.